ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ ഒന്നുകൂടെ വായിച്ചു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മലന്മാർ ഉണ്ടായിരുന്നു. അതിനുശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ശേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമി തന്റെ വഴി വഷളാക്കിയിരുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചു എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഗോഫർ കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വെക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. താഴത്തെയും 2-ാമത്തെയും 3-ാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിക്കാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിന്റെ പുത്രന്മാർ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതുതരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതുതരം ഇഴജാതിയിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. അനന്തരം സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന ആദ്യം നമ്മൾ നേരത്തെ പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ചിന്തിച്ച ഭാഗമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ പുത്രന്മാരെന്ന പേരെങ്കിലും ഹല്ലേലൂയ തോന്നിയതുപോലെ മനുഷ്യരുടെ പുത്രന്മാർ അങ്ങനെ അനുസരണമില്ലാത്തവരായിരുന്നു. അവരെ അങ്ങനെ തോന്നിയ പോലെ നടക്കുന്നവരായിരുന്നു നമുക്ക് മനസ്സിലാകുന്നു. അത് നമ്മൾ 5-ാം വാക്യം തുടങ്ങിയിട്ട് വായിക്കുന്നത് ചിന്തിക്കുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം ഹൃദയവിചാരങ്ങളുടെ നിരൂപണമാക്കി എല്ലായ്പ്പോഴും ദോഷമുള്ളത്രയെന്ന് യഹോവ കണ്ട് താൻ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായേ? പലപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവത്തിന് വിചാരമുണ്ടോ, വികാരമുണ്ടോ, ദൈവത്തിന് സങ്കടമുണ്ടോ, വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. ഹല്ലേലൂയ. ദൈവം മനുഷ്യനാണോ അതിന് എന്നൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ കാണും ദൈവത്തിന്റെ ഹൃദയത്തിന്
വിഷമമായെന്ന് ഇത് കൃത്യമായിട്ട് എഴുതിയിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം ദുഃഖിച്ചു, ദൈവം അനുദപിച്ചു, ദൈവത്തിന്റെ ഹൃദയത്തിന് വിഷമമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം ഉണ്ട് കേട്ടോ. ദൈവം മനുഷ്യരോട് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. ദൈവത്തോട് ചെന്ന് ചേർന്ന് നിന്ന് കൊടുത്താൽ മതി. ദൈവത്തിന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറയാറുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി. അപ്പൊ ദൈവത്തിന്റെ ഹൃദയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ അവിടെ കത്ത് എന്നിട്ട് ഹൃദയത്തിന് ദുഃഖമായി, ഞാൻ സൃഷ്ടിച്ച മനുഷ്യനെ ഭൂമിയിൽ നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതി ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവ ഉണ്ടാക്കൊണ്ട് ഞാൻ അനുദപിക്കുക എന്ന് യഹോവ പറഞ്ഞു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അപ്പൊ ദൈവം എല്ലാം നശിപ്പിച്ച് കളയാൻ ശ്രമിക്കും. പക്ഷെ അവിടെ ഒരാളെ കുറിച്ച് ദൈവം എടുത്തെഴുതിയിട്ടുണ്ട്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഭൂമിയിൽ എത്രത്തോളം മനുഷ്യരുണ്ടായിരുന്നോ ആ മനുഷ്യരെ എല്ലാത്തിലും വെച്ച് ഒരേ ഒരു പേരാ ദൈവം പറഞ്ഞേക്കുന്നത്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഭൂമിക്ക് നോക്കുമ്പോ കോടിക്കണക്കിന് ജനമുണ്ട്. ആമേൻ. ഇന്നും നമ്മൾ നോക്കണേ നോഹയുടെ കാലം പോലൊരു കാലമെന്നാണ് നമ്മുടെ കാലഘട്ടത്തെ പറയുന്നത്. കാരണം ജനത്തിന് സ്വസ്നേഹികളായി മാറി, ദിവ്യാഗ്രഹികളുമായി, അവർ ദൈവത്തെ ഭയമില്ലാത്തവരായി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു രീതിയിലൂടെ തന്നെ കടന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്നതൊക്കെ കാണുന്ന സമയത്ത് ദൈവത്തിന് സങ്കടം ഉണ്ടാകും. ദൈവത്തിന് വിഷമം ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ദൈവത്തിന് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഹല്ലേലൂയ ചിലതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ജനം ഹല്ലേലൂയ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ഭയമില്ലാതെ നടക്കുന്ന മനുഷ്യരെ കാണുമ്പോഴാണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് നോഹയെ കുറിച്ച് ചിന്തിക്കാനുള്ള ദൈവത്തിന് നോഹയുടെ കൃപ ലഭിച്ചെങ്കിൽ നോഹയ്ക്ക് ചില പ്രത്യേകത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അത് കേട്ട് അനുസരിക്കുന്ന ദൈവത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ചില സമയത്ത് പറയും, നമ്മളോടൊക്കെ ചില ആൾക്കാര് ഹല്ലേലൂയ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവം നമ്മളോട്ട് കാര്യം പറയും, മറ്റുള്ളവര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ഭുതകരമായ ദൈവം പറഞ്ഞിട്ട് ഓരോരുത്തരും നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തതായിട്ടൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഞാൻ ആലോചിക്കുക, നമ്മളെക്കാട്ടി വിശ്വാസം ദൈവത്തിന് ആ ദൈവം ഇടപെടാൻ സംസാരിക്കുന്ന മനുഷ്യരോടാണ്. ഞാനൊരു കാര്യം പറഞ്ഞു, എന്റെ മോൾ അങ്ങനെ തന്നെ ചെയ്യും, എന്റെ മോൾ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതവിടെ അത് ദൈവത്തിന് ഉറപ്പുള്ളുണ്ട്. കാരണം ഇന്നലെ നമ്മളെ ഒരു സഹോദരിയായിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥന സമയത്ത് പെട്ടെന്ന് വായിൽ ഇങ്ങനെ ഞാൻ പ്രാർത്ഥന പറഞ്ഞു, ദൈവസന്ധി വിശ്വസ്തയായിരിക്കാൻ വേണ്ടി ആ വാക്ക് ഇങ്ങനെ റിപ്പീറ്റ് തന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ പയ്യെ ഫോണൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാലും വെച്ച് കുറഞ്ഞപ്പോ പുള്ളിക്കാർ വീണ്ടും തന്നെ വിളിച്ചു, സിസ്റ്റർ എന്താ ഈ വിശ്വസ്തയായിരിക്കണം എടുത്തെടുത്ത് പറഞ്ഞു. ഞാൻ അവിശ്വസ്ത ആയതുകൊണ്ടാണോ എന്നൊരു ചോദ്യം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, അവിശ്വസ്തത ആയതുകൊണ്ടാണോ എന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവം ചില ആൾക്കാരെ വിശ്വസ്തരായിരിക്കും വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിട്ട്, അപ്പൊ അവര് വിശ്വസ്തരായിരിക്കണം, അവിശ്വസ്തരാകരുത് എന്ന് ഉള്ളതിന്റെ ചിലപ്പം മേ ബി പറയാൻ പറ്റും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അവിശ്വസ്തത ഉണ്ടെങ്കിലും ദൈവം അത് പറയാറുണ്ടെന്നാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഹല്ലേലൂയ. ഈ നുണ പറയുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ അങ്ങനെ ഓരോ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, നുണ പറയാന്ന് വെച്ചാൽ ചെറുതാകട്ടെ വലുതാകട്ടെ, നമ്മൾ നുണ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നുണ എന്ന് പറയുന്നത് പോഷ്കിന്റെ അപ്പനും നുണയെന്ന് പറയുന്നത് പിശാചിനെയാണ്. ഒരു സമയത്ത് നമ്മൾ നുണ പറഞ്ഞാലും നമ്മുടെ നാവ് എന്തിനു കൊടുക്കാൻ തരാ, ദൈവത്തിനെ സ്തുതിക്കുകയും ദൈവത്തിന്റെ നാമം എടുക്കുകയും ചെയ്യുന്ന നാവിനെ നമ്മൾ പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. അത് ചിലപ്പം വല്ലപ്പോഴും ഒരു കാര്യത്തിലേക്ക് നുണ പറയുന്നത്, പക്ഷെ അന്നേരം നമ്മൾ നമ്മൾ പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന്റെ ജീവനും വിശുദ്ധിക്കും നമുക്ക് ദൈവത്തിൽ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനാണ് നമ്മുടെ അവയവങ്ങളെങ്കിൽ നമ്മുടെ അവയവങ്ങൾ ചില നേരങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് മനസ്സിലാക്കണം. നുണ പറയാനാണെങ്കിൽ നമ്മുടെ നാവ് കൊടുക്കുന്നു, ദൈവഹിതമല്ലാത്തതിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് കൊടുക്കുന്നു. ആരെക്കുറിച്ചാലും കുറ്റങ്ങളും കുറവുകളും കേൾക്കാൻ നമ്മുടെ കാത് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഇതൊക്കെ പിശാചിന് ഹല്ലേലൂയ എന്തെങ്കിലും ദൈവഹിതമല്ലാത്തതിന് വേണ്ടി നമ്മുടെ കരം നീട്ടുമ്പോൾ ഇങ്ങനെ എല്ലാ സമയത്തും നമ്മുടെ അവയവങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്ന ഈ ശരീരത്തിന്റെ അവയവങ്ങളെ എടുത്ത് പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അപ്പം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ കാരണം നോഹയെ കുറിച്ച് ദൈവത്തിനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, ദൈവത്തിന് മുമ്പിൽ നോഹ വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. എന്നെ ഇത് ടച്ച് ചെയ്ത കാര്യം, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ മെസ്സേജ് കേട്ടോണ്ടിരിക്കുക. അപ്പൊ അവിടെ നോഹയുടെ കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നുണ്ട്, നോഹയുടെ കുടുംബത്തെ കുറിച്ച്, നോഹയെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എന്താ പറയാ പെട്ടകം ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ അളവും തൂക്കം പറഞ്ഞു
അപ്പൊ പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എനിക്ക് ചിന്തിക്കാൻ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ കാണുന്ന ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരെ ഭൂമിയോടും കൂടെ നശിപ്പിക്കും. നീ ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ, പെട്ടകത്തിന് നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വെക്കണം. പെട്ടകത്തിന്റെ വാതിൽ അതിന്റെ വശത്ത് വെക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ട് അതിനെ ഉണ്ടാക്കണം. ഹല്ലേലൂയ. അപ്പം പിന്നെ ഇങ്ങോട്ട് താഴോട്ട് കുറെ കാര്യം. അപ്പൊ ഇവിടെ പെട്ടകം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ദൈവം നോഹയ്ക്ക് കൃത്യമായ അളവ് കൊടുക്കുകയാണ്. നീളം, വീതി, ഉയരം, പൊക്കം, അല്ലെങ്കിൽ എന്താ വാതിലിടോ, ഇതെല്ലാം കൃത്യമായി. അപ്പൊ നോഹയുടെ ദൈവം ഇത് പറയുമ്പോൾ ദൈവത്തിനൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. നോഹയുടേതായ രീതിയിൽ നോഹ മാറ്റം വരുത്തത്തില്ല എന്ന്. ഇപ്പൊ ഇവിടെ പറയാണ്, ഇപ്പൊ 300 മുഴം ഉയരം ഉണ്ടായിരിക്കുന്നത്. പെട്ടകത്തിന്റെ നീളം 300 മുഴം. അവിടെ നോഹ തടി മുറിച്ചോണ്ട് വന്നപ്പോ, അല്ലെ നോഹ ഒറ്റയ്ക്ക് ചിലപ്പോ മക്കളും കൂടിയിട്ടൊക്കെ ആയിരിക്കും തടി മുറിച്ചോണ്ട് വന്നപ്പോ ഇതൊരു 290 ഇരുന്നോട്ടെ മുഴം പറഞ്ഞിരുന്നു. അപ്പൊ നോഹ 210ന്റെ വ്യത്യാസമല്ലേ എന്ന് ഇത് വെച്ചങ്ങ് പണിഞ്ഞേക്കാം എന്ന് വിചാരിച്ചില്ല. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. ഇന്ന് ദൈവം എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ അതിനെ വെച്ചിട്ട് ദൈവത്തോട് നമ്മൾ പറയാണ്, ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വിഷയം അതാണ്. പക്ഷെ നോഹ അവിടെ ചെയ്തത്, ദൈവം എത്ര അളവ് കൊടുത്തോ ആ അളവിനനുസരിച്ച് ആ ദൈവം പറഞ്ഞ അതേ രൂപത്തിൽ അതേ മാതൃകയിൽ ചെയ്തു. പക്ഷെ ഇന്നത്തെ ജനത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സകലത്തെയും മാറ്റിമറിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അതിനെ മാറ്റിക്കൊണ്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എല്ലാ കാര്യത്തിലും. ഈ കോംപ്രമൈസിങ് മെന്റാലിറ്റി ആണ് മനുഷ്യന്റെ ഇഷ്ടത്തിലേക്ക് നടത്തി. ഇത് തന്നെയായിരുന്നു ബാക്കിയുള്ള ജനത്തിന്റെയും പ്രശ്നം. അവിടെ ആദ്യം സ്റ്റാർട്ടിങ് ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രന്മാർ. അപ്പൊ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ, നമ്മളെ കുറിച്ച് പറയുന്ന വാക്ക് എങ്ങനെയാ? ദൈവത്തിന്റെ മക്കൾ അല്ലെ? ദൈവത്തിന്റെ പുത്രത്വം പ്രാപിച്ച് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാവെന്ന് പറയുമ്പം ദൈവത്തിന്റെ പുത്രന്മാർ, നമ്മളെ കുറിച്ച് പേര് പറയുന്നത് എങ്ങനെയാണ്. പക്ഷെ നമ്മൾ നടക്കുന്നത് എങ്ങനെയാ? നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നു. അവർ മനുഷ്യരുടെ പുത്രന്മാരെടുക്കേക്ക് ഇപ്പൊ ചോദിച്ചിട്ടല്ല പോയ ദൈവത്തോട്, ദൈവത്തിന്റെ ആലോചന ചോദിച്ചിട്ടല്ല ചെയ്തത്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമല്ല ചെയ്തത്. അതുപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവം പറയാതെ ദൈവത്തോട് ആലോചിക്കാതെ ചെയ്തിട്ട് നമ്മുടെ പേരും ദൈവത്തിന്റെ പുത്രന്മാർ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്, ദൈവം അനുദപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആ പെട്ടകം നിർമ്മിച്ചപ്പോ കൊടുത്ത ഓരോ കാര്യങ്ങൾ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് നോഹ അങ്ങനെ തന്നെ അത് അനുസരിച്ച് അത് കോംപ്രമൈസ് ചെയ്തില്ല. ഒരിടത്ത് പോലും കോംപ്രമൈസ് മെന്റാലിറ്റി ചെയ്തില്ല. നമ്മൾ ഭയങ്കര കോംപ്രമൈസ് മെന്റാലിറ്റിയുടെ ആളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ആകട്ടെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നിർത്തം ദൈവത്തിന്റെ കാര്യങ്ങളിലാണ് കോംപ്രമൈസിങ് പോകുന്നത്. ബാക്കി കാര്യങ്ങൾക്കൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം ബാക്കിയെല്ലാം നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഹല്ലേലൂയ. അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നെങ്കിൽ നോഹയെ കണ്ട് പഠിക്കാൻ ആ ഒരൊറ്റ വേർഡാണ് എനിക്ക് ഭയങ്കര ഇടപെട്ടത്. ഹല്ലേലൂയ. ഞാൻ ഒക്കത്തിൽ കിടന്നു, ഞാൻ ഈ ഭാഗമല്ല ചെയ്തേക്കുക. അതുകൊണ്ട് ഞാൻ രാവിലെ സാറാമിസ്റ്റർ വചനം വായിച്ചു പോലും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ സാറാമിസ്റ്റർ ആ വചനം എവിടെയാ കിടക്കുന്നത് ചോദിച്ചതിന്റെ കാര്യമാണ്. കാരണം അപ്പൊ അതിങ്ങനെ കേട്ടോണ്ട് നടക്കുമ്പോ എന്റെ ചെവിയിലേക്ക് ഈ പെട്ടകത്തിന് അളവ് വന്ന സമയത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ദൈവമേ ഹല്ലേലൂയ, ഇത് നമ്മൾ എങ്ങനെയാണ് ഹല്ലേലൂയ. അവിടെ 300 മുഴം എന്ന് പറഞ്ഞാൽ 300 മുഴം തന്നെ കൃത്യമായിട്ട് നോഹ അളന്ന് മുറിച്ച് ഹല്ലേലൂയ ആ നീളത്തിൽ തന്നെ 1 ഇഞ്ച് 1 സെന്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ നോഹ അത് പണിഞ്ഞത്. ദൈവം നമ്മളോട് പല കാര്യങ്ങളും പറയാറുണ്ട്, ഇടപെടാറുണ്ട്. നമ്മൾ അതിനകത്ത് ഹല്ലേലൂയ അങ്ങനെയാണോ? നമ്മൾ ഒരു വ്യത്യാസം പോലും ഇല്ലാതെ നമ്മൾ ചെയ്യാറുണ്ടോ? ആമേൻ, സ്തോത്രം. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ അപ്പനൊരു കാര്യം പറയുമ്പോ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഒരാള് ഹല്ലേലൂയ വിശ്വസ്തരായിരിക്കുന്ന എനിക്ക് വന്നിട്ട് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന 1-2 സാഹചര്യങ്ങളുള്ള അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറില്ല. മിക്കവാറും ചോദിക്കുന്നെങ്കിൽ പറയാം എന്നോട് കൃത്യമായ ദൈവം എന്റെ കുടുംബം ചോദിക്കുന്നവരെ എനിക്ക് അതപ്പൊ തന്നെ ചെയ്യാറുമുണ്ട്, അല്ലാതെ ചെയ്യാതിരിക്കും. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്നോ രണ്ടോ സാഹചര്യമുള്ളൂ. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കാണിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചോളാൻ പറയും. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ എന്തുപോലെ അത്യാവശ്യം ഉണ്ട്, ഇങ്ങനെ ഒന്ന് സഹായിക്കണം.
അപ്പൊ അവര് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവ് നീയല്ലേ പറഞ്ഞു ചോദിക്കാനായിട്ട്. എന്നിട്ട് എന്താ അവര് ഇല്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചേട്ടാ. അപ്പം ദൈവം എന്നോട് ഇടപെട്ട കാര്യാ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞ ദൈവം എന്തുകൊണ്ടാ അതങ്ങനെ ചെയ്യുന്നത് വെച്ചാ അവരുടെ വിചാരം അവര് ഭയങ്കര വിശ്വസ്തരാണെന്ന്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ വിചാരം അവര് ഭയങ്കര ദൈവത്തോട് വിശ്വസ്തരാണ്. അവര് വിശ്വസ്തരല്ലെന്ന് അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മളോടല്ല അത്. ഇപ്പൊ സാറാ മിസ്റ്ററോട് ഞാൻ പറയുമ്പോ സാറാ മിസ്റ്റർ പെട്ടെന്ന് ആ സാറാ മിസ്റ്റർ അങ്ങോട്ടൊന്ന് അയച്ചേക്ക് ഇങ്ങോട്ടൊന്ന് അയച്ചെന്ന് സാറാ മിസ്റ്റർ പെട്ടെന്ന് അയക്കുന്നുണ്ടെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ ഞാനത് പറയുമ്പോ തന്നെ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ ചെയ്യുന്ന വെച്ചാൽ അത് ആ കേൾക്കുന്ന ശബ്ദം. പക്ഷെ ചില ആൾക്കാർ പറയും ഞാൻ ദൈവത്തോട് ഭയങ്കര വിശ്വസ്തരാണ്, ഞാൻ ദൈവത്തോട് ഭയങ്കര അനുസരണമുള്ളവരാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ ഇവിടെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ദൈവം അപ്പൊ നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഇനി തെറ്റിപ്പോവാണ് എന്റെ തോന്നലായതെന്നും ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല. കാരണം ഫറവോനോട് ഞാൻ പണ്ട് ദൈവത്തോട് ചോദിക്കും, കർത്താവേ നീയല്ലേ പറയുന്നത് മോശയോട് പോയിട്ട് ഫറവോനോട് പറ ജനത്തെ വിട്ടുതരാന്ന് പറഞ്ഞു വിടും. അവിടെ ചെല്ലുമ്പോഴത്തേന് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയിട്ട് വിട്ടുകൊടുക്കുന്നത്. ഞാൻ മോശയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഒരു പ്രാവശ്യം 10 പ്രാവശ്യം. ഞാൻ കർത്താവ് ഇതെന്ത് പണിയാ കർത്താവേ. ഹല്ലേലൂയ. ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ദൈവം അവിടെ ഹൃദയത്തെ കഠിനമാക്കുന്ന ദൈവം. നമ്മളോട് ചോദിക്കാൻ പറയുന്ന ദൈവം അവരുടെ ഹൃദയത്തെ കഠിനമാക്കുന്ന ദൈവം. അപ്പൊ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വളരെ വൈകിയ ദൈവം എനിക്ക് അതിന്റെ വെളിപ്പാടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കേട്ടോ. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അപ്പൊ എന്നെ മനസ്സിലാക്കി ഇത് എന്താ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതൊക്കെ ചിന്തിക്കുക. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മളെ തന്നെ നമ്മള് വിശ്വസ്തരല്ലാതെ ദൈവം കാണിക്കുന്നു. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര വിശ്വസ്തരാണ്, ഭയങ്കര നീതിമാന്മാരാണ്, ദൈവം പറയുന്ന എല്ലാം കേട്ട് അനുസരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്നവരാണ് എന്നൊക്കെ ചിന്ത നമ്മുടെ ഉള്ളിൽ ഭരിക്കുമ്പം ദൈവം ഇതുപോലുള്ള ചില കുഞ്ഞു കുഞ്ഞു ഇത് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുമ്പോ നമുക്ക് മനസ്സിലാകും നമ്മൾ വലിയ വിശ്വസ്തരൊന്നും അല്ലാന്ന്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ എന്നോട് ഇപ്പൊ ഒരാൾ വന്നിട്ട് ഒരു കാര്യം ചോദിക്കും, എന്റെ കയ്യിൽ ഉണ്ടെന്ന് ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ പറയോ അല്ല എന്റെ ഇല്ല, അല്ലെങ്കിൽ ഉള്ളത് എനിക്ക് വേറെ ആവശ്യം, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ശരിക്കും പറഞ്ഞാല് എന്താ എന്നെ ബോധ്യപ്പെടുത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇപ്പൊ ദൈവം എന്നോട് ഇടപെട്ടിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ദൈവം എന്നെ ബോധ്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്തിൽ എന്താ എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മളോ രണ്ടുള്ളവനൊന്നും ഇല്ലാത്തതിന് കൊടുക്കണം. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന ആ വചനമൊക്കെ പ്രസംഗിക്കുന്ന വ്യക്തിയായ ഞാൻ. ഹല്ലേലൂയ. അതെന്റെ പ്രവൃത്തി കൊണ്ടുവന്നില്ലെങ്കിൽ ദൈവം എന്താ പറയുക വെച്ചാൽ എന്നെ ബോധ്യപ്പെടുത്തരുന്ന നീ വിശ്വസ്ത അല്ല എന്ന്. നീ അനുസരണമില്ലാത്തവൾ അല്ലെ, ദൈവത്തെ ഭയപ്പെടാത്തവളാണെന്നുള്ള, ദൈവത്തിന്റെ വചനത്തുമ്പി വിറയ്ക്കുന്നില്ല, ദൈവത്തിന്റെ വചനത്തുമ്പി ഭയപ്പെടുന്നില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അതൊക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ നാളത്തേക്ക് ചില ആൾക്കാർ നാളെ, അപ്പൊ ഞാൻ പറയും ദൈവം എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നാളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ട് നാളെ കുറിച്ച് ചിന്തിക്കാതെ അല്പസമയം കഴിഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്ത് ചിന്തിക്കണം, എന്ത് ആകുമെന്ന് ചിന്തിക്കാതെ ഹല്ലേലൂയ നമ്മളോട് ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുമ്പോഴാണ് ദൈവത്തിന് മുമ്പിൽ ഹല്ലേലൂയ അവിടെയാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കുക, അല്ലെങ്കിൽ അനുസരണമുള്ളവർ ദൈവം. ഇവിടെ നോഹയെ കുറിച്ച് പറയാം. അവിടെ നോഹയെ കുറിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നോഹ ഇതെല്ലാം ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നോഹ അതിനുശേഷം നമ്മൾ ഹല്ലേലൂയ അവിടെ എന്താ പറയാ അവരുടെ കുടുംബത്തിലുള്ള മക്കളെല്ലാം നോഹയുടെ കൂടെ മക്കളും മരുമക്കളും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നിരിക്കട്ടെ. പക്ഷെ നോഹ ദൈവം പറഞ്ഞു കേട്ടിട്ട് ഇതെല്ലാം അവിടെ വിളിച്ചു പറയും. ഇന്ന് വരെ നോഹയുടെ കാര്യം പറയുന്ന സമയത്ത് ഇന്ന് വരെ മഴ ഉണ്ടായിട്ടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നോഹ നിൽക്കുന്നത്. അതുവരെ ഭൂമിയിൽ മഴ പെയ്തിരുന്നില്ല. ആ ഭൂമിയിൽ മഴ പെയ്യാതെ, മഴ എന്താന്ന് അറിയാത്ത നോഹയുടെ ദൈവം പറഞ്ഞ് മഴ പെയ്യിക്കാൻ നീ പെട്ടമുണ്ടാക്കി. നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും കേട്ട് കഴിവില്ലാത്തൊരു കാര്യം ദൈവം പറഞ്ഞാല് നമ്മൾ ചെയ്യൂ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നതെല്ലാം നമ്മളെ കളിയാണ് അല്ലെ. ആ കളിയാക്കലെയൊക്കെ നമ്മൾ പയ്യെ നമുക്ക് എന്താവത്തും പറ്റുകയെന്ന് വെച്ചാൽ താത്തു വെക്കുവോ, ചെയ്യോ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, നോഹയെ കുറിച്ച് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നോഹയുടെ നീതിമാനായ നോഹ എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മളെ കുറിച്ച് എന്തുകൊണ്ട് ദൈവം ഒരു പേര് ചൊല്ലി അല്ലെ നമ്മളെ കുറിച്ച് ഒരു കാര്യം ദൈവം പറയണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. നമ്മൾ എല്ലാവരെ പോലെ ഇരിക്കണം, നമ്മളിൽ ഒരു പ്രത്യേകത ഇല്ലെന്ന് വെച്ചോ. എങ്ങനെയാ ദൈവം പറയുന്നത്? ഹല്ലേലൂയ. എന്നെ നോക്കുമ്പോ സാറാമ്മ സിസ്റ്റർ നോക്കുമ്പോ അല്ലെങ്കിൽ ഏളു സിസ്റ്റർ ജോലിയായിട്ട് ഓരോരുത്തരും നോക്കുന്ന സമയത്ത് ദൈവത്തിന് ഒരു സ്പെഷ്യാലിറ്റി അവരിൽ തോന്നണം. ഹല്ലേലൂയ. ആ പ്രത്യേകത അവരിൽ തോന്നിക്കഴിഞ്ഞാലാണ് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ആമീൻ 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 നമ്മൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായ ദൈവം ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ആഗ്രഹം എന്ന് തിരിച്ചറിയുന്ന മക്കളായി മാറണം നമ്മൾ.
കാരണം ദൈവം ഒരു കാര്യം പറഞ്ഞ് അവിടെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് കോംപ്രമൈസ് ചെയ്യരുത്. ഹാലേലിയ. ദൈവം ഒരു കാര്യം ഹാലേലിയ ആമേ പറയുന്ന സമയത്ത് ഇന്നലെ ഞാനിങ്ങനെ രാവിലെ ഇവിടെ കയറി മീറ്റിംഗ് അപ്പൊ ആരും സമയത്ത് വന്നില്ല. ഹാലേലിയ. ഞാൻ തന്നെ ഇത് പ്രാർത്ഥിച്ചു, ഞാൻ തന്നെ പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോഴത്തേന് ആണ് പയ്യെ ഇങ്ങനെ. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ തോന്നാറുണ്ട്. കാരണം വെച്ചാൽ ആമേ ചില സമയങ്ങളിലൊക്കെ ഈ സമയം എന്ന് വെച്ചാൽ കൃത്യ സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആമേ ഹാലെ ഞാൻ എന്നിട്ട് പറയുന്നില്ല, ലാസ്റ്റ് ഞാൻ പറയാം, ഞാന് ഇവിടെ ഇവിടുത്തെ 2:30 നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നത് ഹാലെ എല്ലാ ദിവസവും. ഈ 2:30 മീറ്റിംഗ് തുടങ്ങണം, എന്തായാലും 10-15 മിനിറ്റ് മുമ്പ് ഞാൻ എഴുന്നേക്കണം. ഹാലയിൽ എഴുന്നേറ്റ് ഫ്രഷ് റെഡിയായി ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതിന് മുമ്പിലോട്ട് വന്നിരിക്കാനായിട്ട്. അപ്പൊ അത്രയും നേരത്തെ നമ്മൾ എഴുന്നേറ്റ് ഓടിപ്പിടിച്ച് റെഡിയായൊക്കെ വന്നതിന് മുമ്പ് ഇരിക്കുമ്പോ ആരെയും മുമ്പിൽ കാണുന്നില്ലെങ്കിൽ ഒരു സങ്കടം വരും ഹാലയില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവെ ദൈവത്തിന് കൊടുക്കുന്ന സമയം ഹാലേലിയ. അവിടെ ഇന്നലെ എന്നോട് ഏതോ ഒരു സഹോദരൻ പറഞ്ഞു, അനുഭവത്തിലൊക്കെ വന്ന കൂട്ടം പറയാം, നേരത്തെയൊക്കെ ഇങ്ങനെ ചർച്ചിലേക്ക് മീറ്റിംഗ് തുടങ്ങി 8:30 മീറ്റിംഗ് തുടങ്ങി 8:25 ഞാൻ എങ്ങനെയും ജോലി എടുക്കുന്ന ഓടി കയറി പിടിച്ച് ചർച്ച ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ ചിന്ത എന്റെ അപ്പൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം, എനിക്ക് എത്തി എന്റെ അപ്പന് വേണ്ടി കാത്തിരിക്കണം, അപ്പം വന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഇതാണ് മനോഭാവം. ഈ മനോഭാവത്തോട് ചർച്ചിലേക്ക് പോകുന്ന ഹാലിലെ. അപ്പം ആ ഒരു മനോഭാവത്തോട് അന്നൊക്കെ എന്ന് വെച്ചാൽ പറയാം അഭിഷേകം ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ദേഹത്തിൽ നിന്ന് അതുപോലെ ആ അഭിഷേകത്തിൽ ഇതിലൊക്കെ നിന്നിരുന്ന ആ പഴയ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ അങ്ങനെയാണെന്നല്ല. അപ്പൊ ഞാൻ പറയാം ഇവിടെയാണ് ആ ഹൃദയമാണ് നമുക്ക് എന്ന് വെച്ചാൽ അതിന്റെ അപ്പൻ 8:30 നമുക്ക് 8:30 മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 8:30 കറക്റ്റ് 8:30 ആകുമ്പോഴേ നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വേണ്ടി വന്ന് കാത്തു നിൽക്കും. അല്ലെ ആ കർത്താവിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്റെ മനസ്സിൽ പണ്ട് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ ചർച്ചിൽ പോകുമ്പോൾ ഇതുപോലെ തന്നെ വിശ്വാസി വന്ന സമയത്ത് എനിക്ക് ലേറ്റ് ആയി പോകുന്ന ഇഷ്ടമല്ല. പക്ഷെ ഞാൻ അന്നൊക്കെ പോകുമ്പോൾ നമ്മുടെ പാസ്റ്റർ പിക്ക് ചെയ്യുന്ന പരിപാടി എനിക്ക്. പാസ്റ്റർ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എത്താൻ പോകുന്ന പാസ്റ്ററെ താഴെ എത്താറാകുമ്പോൾ വിളിക്കും. താഴെ എത്തുമ്പോൾ പാസ്റ്റർ ഇറങ്ങിയിട്ട് വിടും. പിന്നെ അവിടെ നിന്ന് കാത്തു കിടന്ന് കുറേ നേരം കഴിയുമ്പോൾ 2:30 ആയാലും പാസ്റ്റർ എന്നിട്ട് പുള്ളി ഇറങ്ങി വരും. എപ്പോഴും ലേറ്റ്. എന്നിട്ട് ചർച്ചിൽ എത്തുമ്പോൾ എന്നും ലേറ്റ് ആയിട്ട് എത്തത്തുള്ളൂ. അപ്പം കാരണം വെച്ചാൽ അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പറയേണ്ടത് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഈ ലേറ്റ് ആയിട്ട് എന്നും ചർച്ചിൽ എത്തുന്ന സ്വഭാവം നല്ലതല്ല. പാസ്റ്റർമാരാണെങ്കിൽ തുടക്കത്തിലേ എത്തണം, എന്നാലേ ഇത്. എന്നിട്ട് കാരണം പുള്ളി അവരൊക്കെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അങ്ങനെയാ, വർഷിപ്പൊക്കെ കഴിഞ്ഞ് ഹാലേലൂയ എല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രസംഗിക്കാൻ നേരം ആകുമ്പോഴേ എത്തത്തുള്ളൂ. കാരണം ഇതെന്താ ആരാധന ഇവർക്കൊക്കെ വേണ്ടാത്ത കാര്യമാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട്. അപ്പൊ അതിനൊക്കെ മുമ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെ നേരത്തെ സമയത്ത് എത്താൻ തുടങ്ങിയത് ഹാലെ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിന്റെ ഹാലേ ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ റെസ്പെക്ട് ആണ് ഹാലേലി. ആമേ എപ്പോഴെങ്കിലും വന്ന് തല കാണിച്ചിട്ട് എപ്പോഴെങ്കിലും വരെ എപ്പോഴെങ്കിലും പോവുക എന്നുള്ളതല്ല എന്ന് ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ആമേ ഹാലേലി ഇന്നലെ വൈകിട്ടത്തെ മീറ്റിങ്ങിനൊക്കെ എല്ലാവരും നേരത്തെ ഓടി എത്തിയത് ഹാലെ. അത് അല്ലെ ഒരാൾ പറയുമ്പോഴല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നിന്ന് ഹാലേലിയ അങ്ങനെ കാര്യം വേണം. ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ എത്തുക, മീറ്റിംഗ് തീരുന്നവർ ആശീർവാദം പറഞ്ഞിട്ട് പോരാവുള്ളൂ. കാരണം ചർച്ചിലൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് പലരും പകുതിക്കൊക്കെ ഇറങ്ങിപ്പോകുന്നു. കാരണം അല്ലെങ്കിൽ ആ മെസ്സേജ് ഒക്കെ കഴിയുമ്പോൾ തന്നെ സ്ഥലം വിടുന്നത് ഹാലേലിയ. അപ്പൊ അങ്ങനെയൊക്കെ പോകരുത് ഹാലേലിയ. നമ്മളൊക്കെ ചർച്ചിലൊക്കെ പോകുന്നെങ്കിൽ നമ്മളൊക്കെ അത് ചെയ്യുന്നെങ്കിൽ ഒരു ബഹുമാനമില്ലാതെ, ദൈവത്തിനോട് സ്നേഹവും ബഹുമാനം ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന. അപ്പൊ അത് ചെയ്യരുത്. ഇവിടെ നോഹയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട് ഹാലേലിയ. ഈ നോഹയെ ഹാലേലിയ എന്തുകൊണ്ട് നോഹ ദൈവത്തിന് കൃപ ലഭിച്ച. അപ്പൊ നോഹ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇങ്ങോട്ട് കാണാം. നമുക്ക് എല്ലാവർക്കും കഥ അറിയാം. അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോവാണ്. ഞാൻ ആ വചനം ഇതോട് കണക്ട് ചെയ്ത് തന്നെ പറയുകയാണ്. ഹല്ലേലൂയ ആമേൻ. 20-ാം അധ്യായത്തിന്റെ 25 വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 20-25 തുടങ്ങിയിട്ട്. സാറേ മ്യൂട്ടാണേ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സംപ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും.
അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. മതി സിസ്റ്റർ, അങ്ങനെ മതി പറഞ്ഞിട്ട് മതി മതി മതി. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ പറയുന്ന കാര്യങ്ങളാ. പൗലോസ് അവിടുന്ന് ആമേൻ പോകാൻ നേരത്ത് സാക്ഷിന്ന് പോകാൻ പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരുടെ കൂടെ താമസിച്ച് അവരെ പഠിപ്പിച്ച് അവരെ ഉപദേശിച്ചു. അവർക്ക് എല്ലാ ഉപദേശങ്ങളും ഒന്നും ദൈവിക ആലോചന ഒന്നും മറച്ചു വെക്കാതെ അവരോട് പറഞ്ഞു. അവിടെ നിന്ന് അവരെ വിട്ട് പിരിയാൻ നേരം അവരോട് പറയുന്ന കാര്യം, അപ്പൊ നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോവാ ഞാൻ കുറ്റക്കാരൻ അല്ല എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ആ ദൈവദാസൻ ഹല്ലേലൂയ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ആമീൻ ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ താഴോട്ട് പറയുന്നത്? ഹല്ലേലൂയ. ഞാൻ പോയി കഴിഞ്ഞ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും, അവർ നിങ്ങളെ തെറ്റിച്ച് കളി ഇതൊക്കെ. അപ്പൊ ഇത് അന്ന് ആ സഭയോട് പറഞ്ഞതാണെങ്കിൽ ഞാൻ പറയും, ഇന്ന് നമ്മളോട് ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മ ഇതാ സംസാരിക്കുന്ന. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനല്ല. കാരണം പരിശുദ്ധാത്മ നമ്മളെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഹല്ലേലൂയ ആമേൻ അതുപോലെ ഉപദേശിക്കാനും നമ്മളെ ഹല്ലേലൂയ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒന്നും നമ്മുടെ കൂട്ടത്തിൽ ആരും ഇല്ലെന്നിരുന്നോട്ടെ. പക്ഷേ യോഹന്നാന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാ നമ്മൾ ഉണ്ടെങ്കിൽ അത് മറ്റാരും നമ്മൾ ഉപദേശിക്കേണ്ട കാര്യമില്ല. അല്ലെ, പരിശുദ്ധാത്മ നമ്മളോട് കൂടെ നമ്മൾ ഉപദേശിച്ച് ഹല്ലേലൂയ സകല കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കാതെ നമ്മളോട് പറഞ്ഞു തന്നിട്ടും അല്ലെ നമ്മൾ ആരെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാൽ, അത് കേൾക്കാതെ പോയിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ ആമേൻ ദൈവത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സാഹചര്യം അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. എന്തൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വചനം തന്നെ ഹല്ലേലൂയ പല കോണ്ടസ്റ്റിൽ അവരവർക്ക് ഇഷ്ടമുള്ള കണക്ക് അവരോട് ആ ആഗ്രഹത്തിൽ അല്ലെ അവർക്ക് തോന്നുന്നത് പോലെ പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വചനത്തെ തന്നെ എടുത്ത് മാറ്റി മറിച്ചും വളച്ചു ഒടിച്ചും ഹല്ലേലൂയ പ്രസംഗിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. അവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാസ്റ്റർ ഞാൻ ചില സമയത്തൊക്കെ വചനം കേൾക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവദാസന്മാർ അതിനെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആ ഭാഗം ഒന്നും കേട്ട് വായിച്ചു വിട്ടല്ല, എനിക്കത് ഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഭാഗം. ആ സമയം തന്നെ പരിശുദ്ധാത്മ എന്നോട് ഇടപെടാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചില വചന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ഹല്ലേലൂയ. അപ്പം അവിടെ എന്ന് വെച്ച് എന്തുകൊണ്ടാ അത് ദൈവത്തിന്റെ ആത്മ. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആന്റി ഇപ്പം മനസ്സിലാക്കുന്ന പോലെ എല്ലാവരും മനസ്സിലാക്കണം എന്നില്ല. കാരണം വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മ നമ്മൾ വചനം കേൾക്കാനിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ തന്നെ അത് കണക്ട് അല്ലെ ആത്മാവുമായിട്ട് ഇങ്ങനെ എന്താ പറയാ ആത്മാവിൽ തന്നെ അത് ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലരും ആത്മാവിലല്ല അത് ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കത് മനസ്സിലാകത്ത പോലും ഇവർ പറയുന്നത് ഹല്ലേലൂയ വെളിപ്പാടല്ല വെളിവുകേടാന്ന് മനസ്സിലാകത്തതേ ഇല്ല എന്ന് ഹല്ലേലൂയ ചില കാര്യം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ അപ്പൊ നമ്മൾ ഇന്ന് എത്രത്തോളം ജാഗ്രതയോടെ ആയിരിക്കണം ഓരോ വചനം കേൾക്കുമ്പോൾ ഇരിക്കേണ്ടതെന്ന് ആലോചിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഹല്ലേലൂയ ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. പക്ഷെ എന്നും ഹല്ലേലൂയ അങ്ങനെ നമ്മൾ ആയിരിക്കുന്നിടത്ത് അങ്ങനെ ഇന്ന് പലപ്പോഴും അത് കൂട്ടിയും കുറച്ചും വളച്ചൊടിച്ചുമാണ് നമ്മുടെ മുമ്പിലേക്ക് അത് എത്തുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ അന്നേരം ആ പ്രസംഗിക്കുന്നവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടും. പരിശുദ്ധാത്മ നമുക്ക് ബുദ്ധി ഉപദേശിക്കും. പരിശുദ്ധാത്മ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് തരും. പക്ഷെ നമ്മളത് കേൾക്കാത്തതിന്റെ കുഴപ്പമാണ് അല്ലെ. ഞാനിപ്പോ സാറാമ്മ സിസ്റ്ററോട് ഇരുന്നിട്ട് സാറാമ്മ സിസ്റ്റർ അങ്ങനെ ഒരു കാര്യം അപ്പൊ മ്യൂട്ടാണ് അൺമ്യൂട്ട് ചെയ്യണേ ഞാൻ പറയാന്നിരുന്നോട്ടെ. സാറാമ്മ സിസ്റ്റർ അത് കേൾക്കുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പമാ? എന്റെ കുഴപ്പമില്ല അല്ലെ. അത് പറയുന്നത് അതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കാത്തത് കൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് തന്നു പറഞ്ഞു തന്നു നിങ്ങൾ ഉപദേശിച്ചു എല്ലാം എന്റെ ഇത്രയും വർഷം താഴോട്ട് വരുമ്പോൾ 3 വർഷത്തോളം 3 സംവത്സരം ഞാൻ കണ്ണുനീർ വാർത്തുകൊണ്ട് ഉണർന്നിരിക്കുന്നു 3 രാപ്പൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു അവിടെ പറഞ്ഞത്. അപ്പൊ ഇത് പൗലോസ് അപ്പോസ്തലൻ ഒരു വ്യക്തിയെ അവരുടെ മുമ്പിൽ നിന്നിട്ട് പറയും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മ നമ്മളോട് കൂടെ നമ്മുടെ ഉള്ളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് കൂടെ വാസം ചെയ്തിട്ടുണ്ട്. 24 3 സംവത്സരം ചിലപ്പം പൗലോസ് അവരെ
ഇവിടെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപദേശിക്കുന്ന സമയത്ത് മാത്രം. പക്ഷെ പരിശുദ്ധാത്മ അങ്ങനെ 24/7 നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഉറക്കത്തിൽ പോലും ദൈവത്തിന്റെ ആത്മ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കേൾക്കാറുണ്ടോ? അറിയാറുണ്ടോ? പരിശുദ്ധാത്മ ഉറക്കത്തിൽ സംസാരിക്കും. ഉറക്കത്തിൽ നമ്മളോട് നമുക്ക് വേണ്ടി ഉറക്കത്തിൽ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മ. അന്യഭാഷ നമ്മുടെ അകത്തെ മനുഷ്യനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അന്യ മനുഷ്യൻ അകത്തെ മനുഷ്യനെ കൊണ്ട് പരിശുദ്ധാത്മ പ്രാർത്ഥിപ്പിക്കുന്നത് നമ്മുടെ ചെവി കേൾക്കാൻ പറ്റും, നമ്മൾ ശ്രദ്ധിച്ച് കിടന്നാൽ. ഹല്ലേലൂയ. അന്യഭാഷ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ്. കാരണം എന്താ, പരിശുദ്ധാത്മ ഉറങ്ങുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിത് കേൾക്കാതിരുന്നാൽ നോഹയെ കുറിച്ച് ഞാൻ പറഞ്ഞു. നോഹ ദൈവത്തിന്റെ ശബ്ദം കൃത്യമായി കേട്ടു, കൃത്യമായി അനുസരിച്ചു. അവിടെ മാറ്റം ഒന്നും വരത്തില്ല. ഇന്ന് പരിശുദ്ധാത്മ പലപ്പോഴും നമ്മളോട് സംസാരിക്കുമ്പം നമ്മളത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കേൾക്കുന്നില്ല, കൃത്യമായിട്ട് അനുസരിക്കുന്നുമില്ല. ഇനിയിപ്പോ കേട്ടെന്നിരുന്നാൽ നമ്മൾ പയ്യെ അതിനകത്ത് നമുക്ക് നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് പയ്യെ കോംപ്രമൈസ് ചെയ്യുക. ഇപ്പം ഇന്നലെ ഞാൻ 2 ദിവസം ഞാനിങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഫാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദൈവം എന്നോട് ഹല്ലേലൂയ ഭക്ഷണം എടുക്കാതെ പ്രാർത്ഥിക്കാനുള്ള രീതിയിലേക്ക് ഫാസ്റ്റ് ചെയ്യുന്ന. അപ്പോഴും ഞാൻ ഫാസ്റ്റിംഗ് ആയിട്ടും കണക്കാക്കില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മ കൃത്യമായി എന്നെ ഗൈഡ് ചെയ്ത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ അതുപോലെ വൈകുന്നേരം വരെ ഹല്ലേലൂയ. അപ്പം ഇന്നലെ ഇന്നലെ 2 ദിവസം ഇങ്ങനെ തന്നെ ഹല്ലേലൂയ ഭക്ഷണം എടുപ്പിക്കാതെ തന്നെ ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്നലെ ആണെങ്കിൽ ഞാൻ ഒരു വൺ ടൈം ആകപ്പാട് ഫുഡ് 1 ടൈം ഫുഡ് 24 hours 1 ടൈം ഫുഡ് എടുത്തു. അങ്ങനെ കഴിച്ചപ്പോ ഇന്നലെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ വിശന്നിട്ട് രക്ഷയില്ല. അപ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു, കർത്താവേ, അപ്പോഴൊക്കെ പരിശുദ്ധന്റെ ഉള്ളിൽ പറഞ്ഞ് കഴിക്കണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മൾ കഴിക്കാതെ. കാരണം അത് കേൾക്കുമ്പോ എന്താ, നമ്മുടെ വിശപ്പ് അതിനെക്കാട്ടി വലുതായിട്ട് നമ്മുടെ വിശപ്പ് നമ്മുടെ ജഡത്തിന്. അപ്പൊ എന്റെ മനസ്സിലേക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴോ ഞാൻ പറഞ്ഞു, പിന്നെ സ്റ്റീവൻ പാസ്റ്റർ പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഭാര്യ വൈഫ് ഷീവ, പുള്ളിക്കാരത്തി ഒരു പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് സ്പിരിറ്റിൽ പോകുന്നതല്ല, പക്ഷെ പുള്ളിക്കാരത്തി അങ്ങ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു എന്താ പറയാ, ആ പ്രസൻസിൽ നിന്ന് അങ്ങ് പോയിട്ട് വേറെ സ്ഥലത്തൊക്കെ പോയി ബൈ സ്പിരിറ്റ് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയി അവിടെയൊക്കെ പോയിട്ട് തിരികെ പറയാം. പുള്ളിക്കാരി പ്രാർത്ഥിക്കാനിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കും. പക്ഷേ പിന്നെ തിരിച്ചു വന്ന് 2-3 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും. അപ്പൊ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പോയപ്പോ എനിക്ക് 7 മണിയാറ് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന 7 മണിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോ ഞാൻ പെട്ടെന്ന്, ഷീവ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കാം. ശരിയെന്ന് പറഞ്ഞു. ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് കഴിച്ച് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഒരു 7 മണിക്ക് ഇരിക്കേണ്ട ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് 8 മണിയോളം 8 മണിയായി പ്രാർത്ഥിക്കാൻ ഇരുന്ന ശേഷം. പക്ഷെ ആ അനുഭവം ഷീബയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പാസ്റ്റർ പറഞ്ഞതിന്റെ കാര്യം. കാരണം വെച്ചാൽ സിസ്റ്റർക്ക് അത് നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പിന്നെ അങ്ങനെ ആ ആത്മാവ് പോയി ഓരോ സ്ഥലത്ത് പോയിട്ട് കാണുന്നത് പിന്നെ അത് നടന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ അടുത്ത് പിന്നെ. പക്ഷേ അത് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അവിടെ നമ്മൾ മാറ്റി നിർത്തി. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എല്ലാ ദിവസവും 7 മണിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നവർ അന്ന് വിശന്നപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന് കർത്താവിന്റെ ഇരുന്ന് ഞങ്ങളിത് കഴിച്ചിട്ട് വന്നേക്കാം. അപ്പൊ എന്തിനാ ഒരു മുൻതൂക്കം കൊടുത്താൽ ജഡത്തിന്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുത്തു. അതാണ് പറയുന്നത്. നമ്മുടെ കാര്യം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാൻ ഇടയാക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിന് കുറെ കാര്യങ്ങൾ വരക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് ഒക്കെ പറയാനുണ്ടാകും. ആ സമയം പറഞ്ഞുകൊണ്ട് നമ്മൾ മാറ്റും. ഞാൻ അന്നേരം ഇത് കേട്ടതിന് ശേഷം ഞാൻ സാറിന് നേരത്തെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അപ്പൊ അതെന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, ദൈവത്തിന്റെ ആത്മ എന്നെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഒന്നുകൂടി ഭക്ഷണം കഴിക്കാനായിട്ട് മടിയായി. കാരണം അതാണ് കാരണം ദൈവാത്മാവിനോട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഞാനിങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി 3 നേരം വൈകിട്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും. 3 പ്രാർത്ഥനാ സമയം വെച്ചിരുന്നു. അപ്പൊ രാവിലത്തെ പ്രാർത്ഥന സമയം ഇപ്പൊ നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ കൂട്ടത്തിൽ അങ്ങ് കടന്നു പോകുന്നത്. അത് കാരണം ശരിക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് വെച്ചിരുന്ന സമയത്താണ് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ പ്രേയർ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അതിപ്പോ ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ പയ്യെ മാറി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഉച്ചക്കൽ സമയം മിക്കവാറും ഞാൻ അലാം അടിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ എനിക്ക് വന്ന് അപ്പൊ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ അന്യഭാഷയൊക്കെ പറഞ്ഞൊക്കെ നിന്ന്. പക്ഷെ എന്നിട്ട് എന്റെ മനസ്സിൽ ഇതിങ്ങനെ കർത്താവ് ഉച്ചക്കലത്തെ സമയം ഞാൻ ഒരു സമയം 12:30 എന്നുള്ള സമയം വെച്ചിട്ട് ആ സമയം ഞാൻ ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫ്രീ ആകുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. കാരണം ഈ സമയം വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥയാണ്.
ഞാൻ സമയം പ്രോമിസ് ചെയ്തിട്ട് ദൈവത്തോട് ദൈവമേ ഞാൻ രാവിലെ 3 മണിക്ക്, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 6:30 ഞാൻ പ്രാർത്ഥിച്ചേക്കാവേ എന്ന് ദൈവസന്നിധി പറഞ്ഞിട്ട്, മുടക്കം വരാതെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹാലേലിയ, അവിടെ ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ ദൈവത്തെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും, നമ്മൾക്ക് ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ അത് നമുക്ക് നല്ലതായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കർത്താവ് ഈ 12:30 സമയം ഞാൻ മാറ്റുകയാണേ. കാരണം വെച്ചാൽ എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്ത് പൂർത്തിയാക്കി വരുമ്പോൾ 12:30 എന്നുള്ള ചിലപ്പോൾ 12:45 1 മണിയൊക്കെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് ഇരിക്കാം. അപ്പൊ ഇത് കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യം നമ്മൾ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ്റുന്നെങ്കിൽ ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ പറ്റുന്നെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സ്. പക്ഷെ അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയങ്ങൾ കൃത്യമായിട്ട് നമുക്കത് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അത് ദൈവമായിട്ട് പറഞ്ഞു തന്നെ അത് മാറ്റി നമ്മൾ അതിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ ഇതുപോലെ ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയത്തെ മാറ്റിക്കളഞ്ഞാൽ നമ്മുടെ ആത്മമണ്ഡലം നമ്മൾ അറിയാണ്ട് നമുക്ക് പലതും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമുക്ക് അത് അനുഭവിക്കാൻ കഴിയാത്ത മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ജഡത്തിന്റെ ആവശ്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചിട്ടാണെങ്കിൽ ആ ദൈവത്തിന്റെ സമയം ദൈവത്തിന് തന്നെ നമ്മൾ പ്രോമിസ് ചെയ്ത സമയമാണ്. ആ സമയം നമ്മൾ ദൈവത്തിന് തന്നെ കൊടുക്കണം. ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ തന്നെ നിന്നാ വീണ്ടും പറഞ്ഞു നിൽക്കും. അപ്പൊ അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ആലോചന ഒട്ടും ഞാൻ മുഴുവനും അറിയിച്ചു തന്നത്. അപ്പൊ വ്യാസം പറയുന്നത് ദൈവത്തിന്റെ ആലോചന ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല, അത് ഞാൻ എല്ലാം നിങ്ങൾക്ക് ഒട്ടും മറച്ചു വെച്ചില്ല, അതെല്ലാം നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങളെ തന്നെ ഞാൻ സ്വന്തം രക്തം സമ്പാദിച്ചിട്ട് ദൈവത്തിന് മേയ്പ്പാൻ പരിശുദ്ധാൽ നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകുട്ടം മുഴുവൻ സൂക്ഷിച്ചുകൊള്ളു. അപ്പം നിങ്ങളെ തന്നെയും ദൈവം സ്വന്തം രക്തത്താൽ സമ്പാദിച്ച പരിശുദ്ധാത്മാവിനെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന ദൈവസഭയെ അപ്പൊ ദൈവസഭയുടെ, നമ്മുടെ ദൈവത്തിന്റെ സഭയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ സഭയെ മേയ്പ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ അപ്പൊ നമ്മള് അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാണ്. പരിശുദ്ധാത്മാണ് യഥാർത്ഥത്തിൽ സഭയുടെ അധ്യക്ഷൻ. സഭയുടെ നടത്തിപ്പുകാരൻ. പക്ഷേ ആ പരിശുദ്ധാത്മാണ് നമ്മളെ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ആക്കി വെച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ ആ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ അവരെ ആക്കി വെക്കുന്നിടത്ത് നമുക്കിപ്പോ ആട്ടിൻകൂട്ടം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സഭയിലെ പാസ്റ്റേഴ്സ് ഒന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരാൾ തന്നു കഴിഞ്ഞാൽ അവരെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു നടത്തണം, ഉപദേശിക്കാനൊക്കെയാണ്. അവിടെ സൂക്ഷിച്ചു. ഞാൻ പോയ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാതെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ട് നല്ലതായിട്ട് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച പലരെയും പലരും പലതും പറഞ്ഞ് തെറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മള് ചില ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നില്ല, അപ്പൊ നമ്മളോട് വന്ന് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് അബ്സ്കോണ്ടിങ് കാണാറ്. അല്ലേ? എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. നമ്മൾ കർത്താവ് ഇത്രയും നാളായിട്ട് നമുക്ക് അതിന്റെ കാരണം എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. പക്ഷേ അവിടെ കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് അത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഗ്രൂപ്പിനകത്ത് എന്താണ് അവർക്ക് വിട്ടുപോകാൻ വേണ്ടിയിട്ടോ എന്ന കാര്യങ്ങളെന്ന്. പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ നമുക്കറിയാം വരികയും പോവുകയും ചെയ്യും. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ ഇതിൽ വന്നോട്ടെ എന്ന് ചോദിച്ചു വന്നിരുന്ന പലരും എന്ന് മാറി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് ഒന്നും കാര്യമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട്. ഇവിടെ ആരും വഴക്ക് പറഞ്ഞിട്ടായിരിക്കത്തില്ലല്ലോ. കാരണം ഞാൻ പറയുന്നതൊക്കെ നിങ്ങള് എല്ലാരും കേൾക്കുന്ന രീതി തന്നെ പറയും. വഴക്ക് പറയാറുണ്ടോന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും വിട്ടുപോകേണ്ട രീതി നമ്മൾ പറയാറില്ല. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും പറയുമ്പോൾ അത് അവർക്ക് തന്നെ മനസ്സിലാകാല്ലേ അവരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദൈവസന്നിധി ഏറ്റവും ഇമ്പോർട്ടന്റ്, ദൈവസന്നിധി നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നോഹയെ കണ്ടതുപോലെ, നോഹയുടെ ദൈവം പറഞ്ഞപ്പോ നോഹ അതുപോലെ തന്നെ ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ, ദൈവം ആഗ്രഹിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മൾ പെർഫെക്ഷൻ ഉള്ളവരായിരിക്കണം. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ഞാനിപ്പോഴും പറയാം, എന്റെ ആൻമോളുടെ കാര്യം പറയുന്നത്, അവള് ചില കാര്യങ്ങളൊക്കെ അവളങ്ങ് ആ പെർഫെക്ഷൻ എത്തും വരെ അവളത് ചെയ്തുകൊണ്ടിരിക്കും. അത് പെർഫെക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാനൊക്കെ വിചാരിക്കുന്നത് ദൈവമേ ഇത്രത്തോളം പെർഫെക്ഷൻ എത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യം. അപ്പൊ നമുക്കൊക്കെ ഞാനൊക്കെ അങ്ങനെ ആ ഒരു ആളാണ്. പക്ഷെ അവളൊരു കാര്യം ഒരു പ്രോജക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു കാര്യം ഇപ്പൊ
നമ്മൾ അന്ന് സ്കോളർഷിപ്പിന്റെ കാര്യം അത് പ്രിപ്പയർ ചെയ്ത് അത് വീണ്ടും വായിച്ച് വീണ്ടും നോക്കി അല്ലെ. അതിന്റെ കാരണം വെച്ചാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ എത്തണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ. അതുപോലെ താനേ ഇരുന്ന് ഹോംവർക്ക് ചെയ്യും. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആ കാരണം വെച്ചാൽ അത് ചിലർക്ക് ആ ഒരു പെർഫെക്റ്റ് ഞാൻ പറയാം. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ നമ്മളത് ആ ഒരു മെസ്സേജ് പറയുമ്പോൾ അവർക്കത് അത് എല്ലാം കിട്ടിയാൽ പിന്നെ നോക്കി പിന്നെ ഇത് പ്രാക്ടീസ് പിന്നെ ഇരുന്ന് വായിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവള് മെസ്സേജ് പറയാൻ പോയി. പക്ഷെ ഞാനൊക്കെ എന്ന് വെച്ചാൽ വന്ന് കണ്ണും പൂട്ടി ഉറക്കത്തിന് കണ്ണും തിരുമ്പ് വന്നിരുന്ന് മെസ്സേജ് പറയാം ഹാലേ. പക്ഷേ അവിടെയൊക്കെ ചില ആൾക്കാർക്ക് ഒരു പെർഫെക്ഷൻ ഹാലേ. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്ഷൻ. അപ്പൊ ദൈവത്തിന്റെ കാര്യം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി പെർഫെക്ഷൻ കുറഞ്ഞാലും നമ്മൾ ദൈവത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ അവിടെ നല്ല പെർഫെക്ഷനിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട്. എന്റെ അപ്പന് വേണ്ടി ഞാൻ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? രാജാതിരാജൻ കർത്താവായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ അവിടെ എല്ലാം നമ്മുടെ കാര്യത്തിൽ പെർഫെക്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുന്ന ചർച്ചിന്റെ താഴെ തന്നെ ശ്രീലങ്കൻ ചർച്ച്, അവിടെ ആഫ്രിക്കൻ ചർച്ച്. അപ്പൊ ഈ ആഫ്രിക്കൻ ചർച്ചിലേക്ക് വരുന്നവരെ കണുകൾ എന്റെ മോളെ കഴിഞ്ഞ അമ്മ ഇവരെയൊക്കെ നോക്കിക്കേന്ന് പറഞ്ഞു. കാരണം വെച്ച് നോക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും വെൽ ട്രസ്റ്റഡ്, ഏറ്റവും ബെസ്റ്റ് ഹാലില് നല്ല സ്യൂട്ടും കോട്ടും ഹാലിൽ. ഇപ്പൊ ഈ ചൂട് സമയമാണെങ്കിൽ ടൈ ഒക്കെ കെട്ടി ഫുൾ സ്യൂട്ടിലൊക്കെയാണ് എല്ലാവരും വരുന്നത്. അപ്പൊ ലേഡീസ് ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളി ഡ്രസ്സൊക്കെ ചെയ്ത്. അപ്പൊ അവള് പറയാം ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവരുടെ അയൽക്കാരെല്ലാവരും അവരുടെ പരിസരത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇവര് ഞായറാഴ്ച ഇവരുടെ ദൈവത്തെ ആരാധിക്കുമെന്ന് ഇവര് പറയാതെ ഇവർക്ക് മനസ്സിലാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവരെ ഡ്രസ്സിങ് കാണുമ്പോൾ തന്നെ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് സൂപ്പർ മാർക്കറ്റിൽ മീൻ മേടിക്കുന്നൊക്കെ ഉണ്ടല്ലോ അത് എന്നോട് പറഞ്ഞു. കാരണം നമ്മളൊക്കെ അല്ലെ സാധാരണ പോലെ ചർച്ചിലേക്ക് അവർ പോകുന്നത് അവർ പറയുന്ന അവരുടെ ആ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ അവർ പോകുന്നത് സാധാരണ ഒരു ആളെ ആരാധിക്കാനല്ല പോകുന്നത്. അവര് രാജാതിരാജൻ കർത്താവ് സർവശക്തനായി അഖിലാണ്ട് തുടങ്ങി ദൈവത്തെ ആരാധിക്കുക. അപ്പൊ ആ ആരാധിക്കാൻ പോകുന്ന അതുപോലെ ഹല്ലേലൂയ ആമേ അത്രത്തോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് തന്നെ പോകണമെന്ന് അവർ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഡ്രസ്സ് ഏതിട്ടാലും കുഴപ്പമില്ല, നമ്മുടെ ഹൃദയത്തെ അത്ര അതായിട്ട് പോയാൽ മതി ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അവൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. നമ്മൾ രാവിലെ ഇറങ്ങി പോകുന്ന ആർക്കും തോന്നുന്നു നമ്മൾ ചർച്ചിൽ പോവാം. കാരണം നമ്മൾ സാധാരണ പോലൊക്കെ തന്നെ അങ്ങ് പോകുന്നു. പക്ഷേ അവരിറങ്ങുമ്പോൾ അവരുടെ പരിസരത്തുള്ള സകല ആൾക്കാരും പറയാതെ തന്നെ അവർക്ക് എല്ലാവർക്കും അറിയാം ഇവര് പോകുന്നത് എന്താ സൺഡേ അവർ ചർച്ചിലേക്കാ പോകുന്നതെന്ന് മനസ്സിലാകാതെ. അതാണ് അവർ ആ കൊടുക്കുന്നത് ആ ഒരു അവരുടെ ഹൃദയത്തിൽ കൊണ്ട് ഒരു വെളിപ്പാട് മേ ബി ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ദൈവത്തിന്റെ കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. അത് നമ്മൾ മറന്നുപോയ കാരണം ഇവിടെ പറയാം. അപ്പൊ അന്നേരം இந்த കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെപ്പോ വേണേലും നമ്മളെ തെറ്റിച്ച് കളയാൻ നോക്കും. ഹല്ലേലൂയ. അവിടെയൊക്കെ നമുക്ക് തെറ്റിപ്പോവാതെ നിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ കാരണം ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടാണ്. അല്ലെ ഞാൻ പറയാം നോഹയെ പെട്ടകം പണിയാൻ പറഞ്ഞപ്പോ നോഹയുടെ ചുറ്റുപാട് നിന്നവരൊക്കെ പലരും ആരും ദൈവശബ്ദം കേട്ടില്ല. അവരെല്ലാവരും ഇതിനെ കുറിച്ചൊക്കെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ പിന്നെ മഴ എന്ത് മഴ ഇപ്പൊ കടലെല്ലാം കയറി മുകളിലോട്ട് വരിക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി വെള്ളം താഴോട്ട് പോകുക അല്ലെങ്കിൽ നീ എന്തേ പറയുന്നത് മേഘം എല്ലാം താഴോട്ട് വീഴാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചതാ അല്ലെ പ്രാന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് നോഹയെ തെറ്റിച്ചു കളയാൻ ആർക്കും പറ്റിയില്ല. കാരണം വെച്ചാൽ നോഹയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, നോഹ കേട്ട ദൈവത്തിന്റെ ശബ്ദമാണ്. നമ്മൾ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മളോട് പലപ്പോഴും ചുറ്റുപാടും നിൽക്കുന്ന പലരും പലതും പറയാറുണ്ട് കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമാണെന്ന് വിചാരിക്കില്ല. എന്നോട് ചില ദൈവദാസൻ നേരിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നതെല്ലാം ദൈവശബ്ദമാണെന്ന് വിചാരിക്കില്ല. അന്ന് ഞാൻ ദൈവത്തോട് ഒരിക്കലും ചോദിച്ചു കർത്താവ് നീയാണോ സംശയം. അന്ന് കർത്താവ് എനിക്ക് കൃത്യമായിട്ട് അതിനെ മറുപടി പറഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് വരെ ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. എന്റെ ചുറ്റുപാടും നിൽക്കുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹാലയിൽ എനിക്ക് നല്ല ഉറപ്പാണ് ഹാലയിൽ ഞാൻ കേൾക്കുന്ന ഓരോ കാര്യം ദൈവം എന്നോട് സംസാരിക്കുന്നതാണെന്ന്. ഒരിക്കലും പിശാച് എന്നോട് പിശാചിന്റെ 7 അയലത്തോലും വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മുടെ മനസ്സ് കേൾപ്പിച്ച കാര്യങ്ങൾ പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതെനിക്ക് നന്നായിട്ട് ദൈവം കൃപയാൽ എനിക്ക് തിരിച്ചറിയാൻ. അപ്പൊ ഇവിടെ പറയും അപ്പൊ ഇവിടെ ആ നോഹയെ കുറിച്ച് നോഹയുടെ ചുറ്റുപാടും നിന്ന് എല്ലാവരും പറഞ്ഞു നോഹ പക്ഷെ ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അങ്ങനെ തന്നെ അനുസരിച്ച് അതുപോലെ തന്നെ അളവിലും ഹല്ലേലൂയ ആ ഉയരത്തിലും പൊക്കത്തിലും എല്ലാത്തിലും അതുപോലെ തന്നെ പെർഫെക്ഷനായി പണിഞ്ഞു എന്ന് മാത്രമല്ല നോഹയുടെ കുടുംബത്തിന് നോഹ അതിനകത്ത് കയറ്റുകയും ചെയ്തു. ആമേൻ. ഇവിടെ അതപ്പോ കൊടിയ ചെന്നായ്ക്കൾ നമ്മുടെ ചുറ്റുപാട് വന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്പിരിച്വൽ സെൻസ് ഓപ്പൺ അല്ലെങ്കിൽ നമ്മളെയും തെറ്റിച്ച് കളയാൻ പറ്റും. ഹല്ലേലൂയ. അത് നമ്മൾ എപ്പോഴും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഞാൻ അറിഞ്ഞ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പൊ ഇത് പുറത്തുനിന്ന് വരുന്നില്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിപരീത ഉപദേശം പറഞ്ഞുകൊണ്ട് വലിച്ചു കളയുന്നവർ എഴുന്നേൽക്കും. പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സുവിശേഷം
അത് നിങ്ങളുടെ ഇടയിലേക്ക് എത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. കാരണം വെച്ചാൽ പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ഇതെല്ലാം കണ്ടിരുന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധയുള്ളവരായിരിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത്. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ഒട്ടും ഹല്ലേലൂയ എന്താ പറയാ, അത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല എന്നൊക്കെ കോംപ്രമൈസ് മെന്റാലിറ്റി കൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെല്ലാം മാറ്റണം. ഇനി കോംപ്രമൈസും മെന്റാലിറ്റിക്ക് ഒന്നും സമയമില്ല. കാരണം ഇത് അന്ത്യകാലം തന്നെയായി എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണുമ്പോഴും ആ ദൈവത്തിന്റെ അന്ത്യകാലത്തിന് മുമ്പ് ഞാൻ പറയും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയാണെങ്കിൽ ഇനി ഒരു അന്ത്യകാല ഉണർവ് അല്ലെങ്കിൽ അന്ത്യകാലത്തിന്റെ ഒരു ശുശ്രൂഷയാണ് വെളിപ്പെടാൻ പോകുന്നത്. നമ്മൾ എത്ര പേര് അന്നേരം അതിന് ജീവനോട് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ ഒന്നും നിസ്സാരമാക്കി കളയരുത്. എല്ലാം വളരെ ശ്രദ്ധയോട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ജാഗ്രതയോടെ ആയിരിക്കണം ദിവസം നിൽക്കേണ്ടത്. അതുകൊണ്ട് എന്നിട്ട് അതുകൊണ്ട് നീ ഉണർന്നിരിപ്പിൻ. അപ്പൊ നമ്മുടെ ഇടയിൽ വിപരീതവശ ആൾക്കാർ എഴുന്നേറ്റ് അതുകൊണ്ട് എന്താണ് ഉണർന്നിരിപ്പിൻ. രാവിൽ പങ്കെടുത്ത് കയറി ഉണർന്ന് രാത്രി മൊത്തം ഉണർന്നിരിക്കാനല്ല, നമ്മുടെ ആത്മാവിൽ എപ്പോഴും ഉണർന്നിരിക്കണം. നമ്മൾ സ്പിരിച്വൽ ബൈ നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുള്ള ഓരോരുത്തരും ബുദ്ധി പറഞ്ഞെന്ന് ഓർത്തപ്പം പൗലോസ് അപ്പോസ്തലൻ 3 സംവത്സരം രാപ്പകൽ രാവും പകലുമില്ലാതെ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ടാണ് ഞാൻ ബുദ്ധി പറഞ്ഞു എന്ന് ഓർത്തപ്പം ദൈവദാസന്മാരുടെയൊക്കെ ചിലരൊക്കെ നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീർ വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ ഹൃദയത്തെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ അതൊന്നും ഓർക്കാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പിന്നാലെ ഓടിപ്പോവാണെങ്കിൽ അല്ലെങ്കിൽ അറിയാണ്ടാണെങ്കിൽ അവരുടെ ഹൃദയം വേദനിക്കും. അത് അത്ര നല്ലതായിരിക്കത്തില്ല എന്ന് അവർക്ക് ഓർക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ രാപ്പകൽ അങ്ങനെ ആത്മാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ലോട്ട് പറയുന്നത്. അത് ബുദ്ധി പറഞ്ഞു ഓർക്കുക. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശം തരാൻ കഴിയും ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ അപ്പം പൗലോസ് അപ്പോസ്തലൻ പോകാൻ നേരം പരമേൽപ്പിക്കുന്ന എവിടേക്ക് ഒരു മനുഷ്യന്റെ കയ്യിലേക്കല്ല കൊടുക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുവാനും സകല വിശുദ്ധന്മാരുടെ അവകാശം കഴിയും ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് നിങ്ങളേക്ക് ഏൽപ്പിക്കാന്നല്ല പറഞ്ഞേ, ദൈവത്തിലും ആ ദൈവത്തിന്റെ കൃപയുടെ വചനത്തിൽ നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലും അല്ല ദൈവത്തിന്റെ വചനത്തിലുമാണ്. ദൈവത്തിലും ദൈവ പരിശുദ്ധാത്മാവ് നമ്മളിപ്പോ ഗൈഡാണ്. അപ്പൊ പരിശുദ്ധാത്മാവിലും ദൈവത്തിന്റെ കൃപയുടെ വചനത്തിൽ ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ നമ്മളെ ആരും തെറ്റിച്ച് കളയത്തില്ല. പലപ്പോഴും നമ്മൾ ആത്മാവില്ലാതെ വചനം വായിക്കുന്നുണ്ട്, വചനം പഠിക്കുന്നുണ്ട്, പലപ്പോഴും മറ്റു ഉപദേശം നമുക്ക് തെറ്റിപ്പോകുന്നത്. കാരണം ആത്മാവുള്ളവർക്ക് എപ്പോഴും വചനം കേൾക്കുമ്പോ തന്നെ ആത്മാവ് തന്നെ നമുക്കത് പൊരുൾ തിരിച്ച് എത്ര വലിയ ഫേമസ് പ്രസംഗൻ അവിടെ നിന്നാലും നമുക്ക് ദൈവം പൊരുൾ തിരിച്ചു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു പാസ്റ്റർ പ്രസംഗം പറഞ്ഞു, ദൈവം ഹല്ലേലൂയ നല്ലവരും ഹല്ലേലൂയ എന്താ പറയാ ഫേമസ് ആയ ആൾക്കാരെ എന്നല്ല വിളിച്ച് നല്ലവരും ഫെയ്ത്ത്ഫുൾ ആയ അപ്പൊ നല്ലവരും വിശ്വസ്തരുമായ ദാസന്മാരെ എന്നാ വിളിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വേല ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേമസ് ആകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്, വിശ്വസ്തരാകണം ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഫെയ്ത്ത്ഫുൾ ആകണം ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുന്ന ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഫേമസ് ആയിട്ട് പലരും പറയുന്ന കാര്യങ്ങൾ അത് ദുരുപദേശമാണെങ്കിൽ അവിടെ തിരിച്ചറിയാൻ വേണ്ടി പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അയ്യോ ആ ദൈവം ഭയങ്കര ഫേമസ് അല്ലേ, ലോക പ്രശസ്തനല്ലേ, അല്ലെ ഭയങ്കര മിറക്കിൾസ് ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് നമ്മൾ അതിന് കേട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പറയുന്നതിനകത്ത് ദൈവത്തിന്റെ വചനം ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം കറക്റ്റ് ആയിട്ടല്ല പറയുന്നെങ്കിൽ നമ്മൾ അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവിടെ അടുത്ത ആരുടെയും വെള്ളിയ പൊന്നെ ഞാൻ പറയുന്നത്, ആരുടെയും വെള്ളിയ പൊന്നൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് വാങ്ങുന്ന തൽക്കൂട്ടിൽ കൊടുക്കുന്ന എന്റെ കൈ. പക്ഷെ ഇവിടെ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളെ നോഹയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോ നോഹയോട് ദൈവം പറഞ്ഞതിനെ 1 മില്ലിമീറ്റർ പോലും കുറയ്ക്കാതെ അതേപോലെ തന്നെ കേട്ടനുസരിച്ച് പെട്ടകം പണിഞ്ഞത് മാത്രമല്ല, ദൈവം എന്തൊക്കെ പറഞ്ഞോ ചുറ്റുപാട് നിൽക്കുന്ന സകലം പ്രതികൂലമായി നിന്നപ്പോഴും അത് ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ വില കൊടുത്ത് അത് അനുസരിച്ച് ഒട്ടും കോംപ്രമൈസ് ചെയ്ത് ഒരു ശകലം പോലും കോംപ്രമൈസ്. നമ്മളൊക്കെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് കോംപ്രമൈസ്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യം അവിടെ 10 മുഴം വേണം, 9 മുഴം എത്തി, അല്ലെ 9.9 എത്തി, ഒരു ഇത്രയല്ലേ ഉള്ളു എന്നാ അഡ്ജസ്റ്റ് ചെയ്ത്. അങ്ങനെ നോഹ വിചാരിച്ചില്ല. നോഹ അത് കൃത്യമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതുപോലെ തന്നെയാണ് നോഹ ചെയ്ത് ഓരോ കാര്യങ്ങളിലും. നോഹ ചെയ്ത് വിശ്വസ്തനായിരുന്നത് പോലെ നമ്മളെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പോകാൻ നേരം ഏൽപ്പിക്കുന്ന ആരോട് പറയുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ എന്താ ഞാൻ ഇത്ര അധ്വാനിച്ച് നിങ്ങളെ ഏൽപ്പിച്ചു പോകുമ്പോ നിങ്ങളുടെ ഇടയിലേക്ക് അപ്പൊ നിങ്ങൾ എന്താ പറയാ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അല്ലെ ദൈവയുടെ വചനത്തിലും ഒക്കെ അല്ലെങ്കിൽ നമ്മളെ തെറ്റിച്ചു പോകും. നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടം അങ്ങനെയാ. നമ്മൾക്ക് വിപരീത ഉപദേശം തരാനായിട്ട് പുറത്തുനിന്ന് ആളെന്ന് വേണം, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഉള്ളിൽ സഭയ്ക്കുള്ളിൽ തന്നെ ആൾക്കാരുണ്ട്.
ഹാലലിയ. അപ്പൊ അതുള്ളത് കൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോട് ആയിരിക്കണം. ഹാല നമ്മൾ എവിടെ ആക്കി വെച്ചിരിക്കുന്നു അവിടെയെല്ലാം ഹാലലിയ ആമേ ഹാല കുറ്റക്കാരനായിട്ട് കാണാൻ ഇടയാകല്. പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നത്, എന്നെ കുറിച്ച് ഞാൻ എല്ലാം നിങ്ങൾക്ക് ഏൽപ്പിച്ചെന്ന് പറഞ്ഞ ഒരാലോചന പോലും മറച്ചേക്ക് തന്ന്, അതുകൊണ്ട് എന്റെ മേൽ കുറ്റമില്ല എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തരും ഹാല ദൈവസന്നിധി നിൽക്കുമ്പോൾ ഈ ഒരു ഉറപ്പുണ്ടാകണം. ഹാല നമ്മൾ ദൈവസന്നിധിയിൽ ഹാല കുറ്റക്കാരല്ല. ഹാല ദൈവം എന്ത് പറഞ്ഞാലും നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെയൊന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അല്ലെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നവർ അല്ല എന്ന് ദൈവസന്നിധി നിൽക്കുമ്പോൾ ഹാല നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഹാല നമ്മൾ ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഹാല ഈ കോംപ്രമൈസ് മെന്റാലിറ്റി എടുത്ത് മറ്റേ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്ഷനോടുകൂടി ഹാല വളരെ കൃത്യതയോടുകൂടി ആമേ ദൈവത്തിന് കൊടുക്കുന്ന സമയമാകട്ടെ, ദൈവത്തിന് കൊടുക്കുന്ന ദൈവം പറയുന്ന കാര്യങ്ങളാകട്ടെ, ദൈവം ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ആമേ ഭൗതിക ജീവിതത്തിലൊക്കെ നഷ്ടമാകുന്ന കാര്യങ്ങൾ. പക്ഷെ ആ നഷ്ടമാകുമ്പോഴും ഹാലലിയ നമ്മൾ ദൈവസന്നിധി ഹാല ദൈവം ആമേ ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ഹാല ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനാകത്തില്ല എന്ന് ഓർക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ആമേ അതിനെ വിട്ടുകളയല്, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടുകൂടി വളരെ ദൈവത്തിന് മുമ്പ് വളരെ വിശ്വസ്തരായിരിക്കാൻ വേണ്ടി ആമേ ശ്രദ്ധിക്കുക. യുവജന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.